ഇതിന് ഈ കടയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നോ? കാരണം പഴയ ഫർണിച്ചറുകൾ എടുത്ത് നന്നാക്കി കൊടുക്കുന്ന ഒരു കടയാണ്. അപ്പോൾ പഴയ സാധനങ്ങളായിരുന്നോ? എത്രത്തോളം സാധനങ്ങൾ കടയിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ജയലക്ഷ്മി, ഈ കട നിറഞ്ഞു തന്നെ സാധനങ്ങൾ കിടപ്പുണ്ട്. അതായത് ഈ കട ഇപ്പം ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധനങ്ങൾ, അതായത് പഴയ ഫർണിച്ചറുകൾ, അതിൽ പ്രധാനമായിട്ടും ഈ ഓഫീസുകളിലും മറ്റും ഉപയോഗിക്കുന്ന കസേരകളാണ് പ്രധാനമായിട്ടും ഈ കടയിൽ എടുത്ത് നന്നാക്കി അത് പുതുതാക്കി, അതായത് റീഫർബിഷ് ചെയ്ത് വിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ സാധനങ്ങൾ ഈ കടയ്ക്കുള്ളിൽ കട നിറഞ്ഞു തന്നെ സാധനങ്ങൾ ഈ കടയിലുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ ഫയർഫോഴ്സിനുണ്ടായ ഒരു വെല്ലുവിളി എന്ന് പറയുന്നതും. ഈ സാധനങ്ങൾക്കിടയിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് തന്നെയാണ് അവരും നേരിട്ട ഒരു വെല്ലുവിളി. പക്ഷേ അതിപ്പോൾ പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കി എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ ഇവിടുത്തെ സ്ഥിതി പൂർണ്ണമായിട്ടും ഫയർഫോഴ്സിൻ്റെ ഈ കൺട്രോളിൽ തന്നെയാണ്. പൂർണ്ണമായിട്ടും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ താഴെ നിന്നും പുകഞ്ഞു വരുന്ന തീ, അത് ഈ സാധനങ്ങൾ മൊത്തം എടുത്തു മാറ്റി തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ സ്വീകരിച്ചു വരുന്നത്. ശരി, നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കേട്ട് വരാം. ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. പത്രം എടുക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഏകദേശം ഒരു 3 മണിയായി കാണും. അന്നേരം തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് ആ സമയത്ത് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സും പോലീസും എത്തിയത്. രാവിലെ പത്രമെടുക്കാൻ പോയ ആളാണ് ഈ തീപിടുത്തം ആദ്യമായിട്ട് കണ്ടത്. ഒരു 3 മണിയായിട്ടുണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് ഈ ഒരു അപകടം, വലിയൊരു അപകടം ഒഴിവാകാൻ കാരണമായതും. കാരണം കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. കാരണം പഴയ ഫർണിച്ചറുകൾ നിറഞ്ഞിരുന്ന ഒരു കട തന്നെയായിരുന്നു. നേരത്തെ ഇതിന് സൂചിപ്പിച്ചിരുന്നു, നിറച്ച സാധനങ്ങൾ ആ കടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങൾ മാറ്റി തീ അണയ്ക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർ ഓഫീസർ നമ്മളോട് പങ്കുവച്ച വിവരം. ഇതിന്റെ കാരണം എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ ഇനിയും വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പഴയ ഫർണിച്ചറുകൾ എടുത്ത് നന്നാക്കി കൊടുക്കുന്ന ഒരു കടയായിരുന്നു. ആ കടയ്ക്കാണ് ഇപ്പോൾ തീ പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണോ അല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആണോ എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും സമീപത്തൊക്കെ കടകളും തൊട്ടുപുറകിലായി തന്നെ ഒരു വീടും ഉണ്ടായിരുന്നു. ആ വീട്ടിലുള്ള ആളുകളെയൊക്കെ ഫയർ യൂണിറ്റ് എത്തി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.